അപ്പോൾ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നാമക്കല്ല് സെക്കൻഡ് ക്യാബിൻ ബോഡിയെല്ലാം മാറ്റി കയറ്റുന്ന സ്ഥലത്താണ്. ഇത് നമ്മുടെ വണ്ടി അകത്ത് നിൽക്കുന്നുണ്ട്. ക്യാബിനും ബോഡിയും ചേഞ്ച് ചെയ്യാനായിട്ട് വന്നതാണ് നമ്മൾ നാമക്കല്ല്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ വണ്ടി പണിയാനായിട്ട് നാമക്കല്ല് എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ വണ്ടി പണിയുന്ന വർക്ക്ഷോപ്പ്. നമ്മുടെ വണ്ടി നിലവിൽ ആരും വന്നിട്ടില്ല. വാച്ച്മാനെ പറഞ്ഞു വിടാമെന്നാണ് പറഞ്ഞത്. ഇരിക്കുന്നതെല്ലാം സെക്കൻഡ് ക്യാബിനും സെക്കൻഡ് ബോഡിയാണ്. ഇവിടെ ക്യാബിൻ ബോഡി വർക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ. എല്ലാം പൊളിച്ചെല്ലാം കൊടുക്കും. ഇവിടെയാണ് നമ്മുടെ വണ്ടി പണിയണേ. ദിവസം ക്യാബിൻ നോക്കാൻ വന്നു കഴിഞ്ഞപ്പം ഒരു 12 കിലോ വന്ന് അതിൻ്റെ ക്യാബിനും പെട്ടി അങ്ങനെ തന്നെ സെറ്റായിട്ട് ഇറക്കി വെച്ചേക്കുന്നത്. ഒരു ഇരുമ്പ് ബോഡി കെട്ടാനായിട്ട്, ഇത് ഫ്ലൈവുഡാണ്. അപ്പോൾ ഇരുമ്പ് ബോഡി കെട്ടാനായിട്ട് ഒരു ഇറക്കി വെച്ചേക്കുന്നത്. ക്യാബിനും ബോഡിയും 12 കിലോ നോക്കുന്നവർക്ക് ആവറേജ് നല്ല ബോഡിയും ക്യാബിനും ഉണ്ട്. നോക്കുന്നവർക്ക് നോക്കാവുന്നതാണ്. ഇവിടെയാണ് നമ്മൾ ബോഡി മാറ്റി കയറ്റുന്നത്. മല്ല് പറഞ്ഞ സുൽത്താൻ എന്ന് പറഞ്ഞ കമ്പനിയിലെ വണ്ടിയാണ്. അവരുടെ ക്യാബിൻ ഇവിടെ ഇറക്കി വെച്ചേക്കുന്നതെന്ന് തോന്നുന്നത്. അവർ ക്യാബിൻ ഇറക്കിയിട്ട് അവർ അത്യാവശ്യം തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വിൽക്കാൻ. നമ്മുടെ ക്യാബിന് ചിലപ്പോൾ അതുപോലെ വെക്കുമായിരിക്കും. ഇരിക്കുന്ന മൊത്തം സെക്കൻഡ്സിലുള്ള ക്യാബിനാണ്. ക്യാബിന് സെക്കൻഡ് ആരെല്ലാം നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നാമക്കല്ല് സൈഡിൽ വന്ന, നാമക്കല്ല് ശങ്കേരി സൈഡിൽ വന്ന, ശങ്കേരിയിലൊക്കെ കുറവാണ്. ഞങ്ങൾ മാക്സിമം പോയി നോക്കിയതാണ്. ആയിരിക്കുന്ന ഒരു കുഴപ്പമില്ലാത്ത ക്യാബിനാണ്. CAT എന്ന് എഴുതിയേക്കുന്നത്. നമ്മൾ ഈ ക്യാബിൻ കയറ്റാന്ന് ഓർത്തായിരിക്കണേ. ഇത് സെക്കൻഡ് ക്യാബിനാണ്. വലിയ കുഴപ്പമില്ലാത്ത ക്യാബിനാണ്. ക്യാബിൻ കയറ്റാന്ന് ഓർത്താണ് നമ്മൾ വന്നത്. അതാ കിടക്കണം നമ്മുടെ വണ്ടി. ഫസ്റ്റ് ഈ എൻഡെല്ലാം പൊട്ടിച്ചവരെ എൻഡ് പൊട്ടിച്ചിട്ട് ചേസിലുള്ള യൂക്ലാം മൊത്തം അയച്ചുകൊണ്ടിരിക്കും. ഇതെങ്ങനെ ഓരോരോ യൂക്ലാം പേര് അയച്ചുകൊണ്ടിരിക്കും. യൂക്ലാമ്പെല്ലാം അഴിച്ചിറക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇവിടെ അടിയിൽ നിന്നായിട്ട് ചേസ് പൊട്ടിച്ച് തുടങ്ങി. ചേസല്ല, ബോഡിയാണ് വിടിയിച്ചുകൊണ്ടിരിക്കുക. ഗ്യാസ് വെൽഡ് ചെയ്താൽ ഇത് മൊത്തം വിടിയിക്കണം. അപ്പോൾ ഗൈസ്, വണ്ടി വന്നു ബോഡി ഇറക്കി ഈ ബോഡിയുടെ അടുത്തായിട്ട് വെക്കാനായിട്ടാണ്. എല്ലാം അടിയിലെല്ലാം കട്ട് ചെയ്തിട്ടേക്കും. ഇനി ക്രെയിനിന് 2-3 ബോൾട്ട് കൂടെ അഴിച്ചു വിട്ട് നേരെ ബെൽറ്റ് ഇട്ട് നേരെ ഇറക്കി താഴെ വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇലക്ട്രീഷ്യൻ വന്നിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് വയറിങ് മൊത്തം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ മാറ്റിയിട്ടേക്ക്. ഇതാണ് മാറ്റി കയറ്റുമ്പോൾ നമുക്ക് മറ്റേ വണ്ടി തന്നെ ഫിറ്റ് ചെയ്യാം. നമ്മളതൊന്നും എക്സ്ട്രാ വാങ്ങിക്കേണ്ട കാര്യമില്ല. ബൾബ് കാര്യങ്ങളായിട്ട് ഇങ്ങനെ അഴിച്ചുകൊണ്ടിരിക്കുന്നു. വണ്ടി ചേസേലായി. ഡീസൽ ടാങ്കിൻ്റെ ഓസ് പിടിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇനി ക്യാബിനും കൂടെ പോയിട്ട് ഇറക്കണം.
ക്യാബിന് ഇറക്കാനായിട്ട് ബെൽറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ക്യാബിൻ്റെ ബോൾട്ടെല്ലാം കട്ട് ചെയ്ത് വിട്ട് ബെൽറ്റ് ഇട്ട് ക്രെയിൻ വന്ന് ക്യാബിന് ഇറക്കാൻ തുടങ്ങാനുള്ള പരിപാടിയാണ്. ഇറക്കി നേരെ ബോഡി ഇറക്കി വെച്ചിടത്തോടെ തന്നെ ക്യാബിൻ കൊണ്ടുപോവുകയാണ്. ഇവിടെ വെക്കാൻ സ്ഥലമില്ല. നമ്മുടെ ക്യാബിൻ പൊങ്ങിപ്പോയി. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ വണ്ടി. എൻജിനും ചേസും ടയറും മാത്രമായി. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ക്യാബിനെ ഇറക്കി വെച്ചേക്കുന്നത്. ക്യാബിനും ബോഡി ഇറക്കി വെച്ചിട്ടുണ്ട്. പണി ചെയ്യുന്ന വർക്ക്ഷോപ്പിലല്ല, അവിടെ നിന്ന് കുറേ ആളുടെ തന്നെ വർക്ക്ഷോപ്പിലാണ് ഇറക്കി വെച്ചേക്കുന്നത്.